ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഒത്തിരിയേറെ നഴ്സസ് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ് യു എസ് നഴ്സിംഗ് ലൈസൻസ് പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നത്. അതിനായിട്ട് എന്നോടൊപ്പം ഉള്ളത് മിസ്റ്റർ ജോയ് സ്റ്റീഫൻ, ദ ബ്രാഞ്ച് ഹെഡ് ഓഫ് MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. സോ ജോയ്സ്, വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു. US നഴ്സിംഗ് ലൈസൻസിനുള്ള ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? US നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഒരു നേഴ്സിന് അവരുടെ ഹോം കൺട്രിയിൽ വാലിഡ് ആയിട്ടുള്ളൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നഴ്സിംഗ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് US ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് എലിജിബിൾ ആണ്. സോ അതായത് ഫ്രഷേഴ്സിനും ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണോ പറയുന്നത്? ഓഫ് കോഴ്സ് യെസ്. നമുക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളിനും ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് തടസ്സമില്ല. കാരണം അവർ ഇനീഷ്യലി എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റുകൾ ചോദിക്കുന്നില്ല. അത് കാരണം നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തടസ്സമില്ല. ഏതൊക്കെ സ്റ്റേറ്റ് ബോർഡ് ആപ്ലിക്കേഷൻസ് ആണ് പൊതുവെ നഴ്സസിന് യുഎസിന്റെ ലൈസൻസ് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത്? US രജിസ്ട്രേഷൻ പ്രോസസ്സിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ ചോദിക്കാത്ത 10 സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, ആ 10 സ്റ്റേറ്റിലേക്കും നമുക്ക് നഴ്സിംഗ് ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ ഒരു ഇന്റർനാഷണൽ നഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പൊതുവെ നഴ്സസ് ചോദിക്കുന്ന ഒരു കൺസേൺ ആണ്, അവർ ഇപ്പം ലൈസൻസ് കംപ്ലീറ്റ് ചെയ്തത് മേ ബി ഇലിനോയ്സിന്റെ രജിസ്ട്രേഷൻ ആയിരിക്കാം, പക്ഷെ അവർക്ക് എംപ്ലോയ്മെന്റ് വന്നിട്ടുള്ളത് മേ ബി വേറൊരു സ്റ്റേറ്റ് ബോർഡ് ആയിരിക്കാം. സോ ഈ ലൈസൻസ് വെച്ചിട്ട് അവർക്ക് ആ ഒരു സ്റ്റേറ്റിൽ പോയി വർക്ക് ചെയ്യാൻ അത് പോസിബിൾ ആണോ? അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊരു പ്രത്യേകമായ ഒരു പ്രോസസ്സ് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ നഴ്സിംഗ് ലൈസൻസ് ഏത് സ്റ്റേറ്റ് ബോർഡിലാണോ ഉള്ളത് അത് വേറൊരു സ്റ്റേറ്റിലേക്ക് അവർക്ക് എൻഡോഴ്സ്മെന്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിലെ ലൈസൻസായി മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് എംപ്ലോയറെ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് കൺവേർട്ട് ചെയ്ത് വേറൊരു സ്റ്റേറ്റിലോട്ട് പ്രോസസ്സ് ചെയ്ത് അവർക്ക് എംപ്ലോയ്മെന്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും യെസ്. അത് ഓൾറെഡി നഴ്സസ് ചെയ്യുന്നുണ്ട്. ലൈസൻസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഉണ്ടെന്ന് കരുതുക, അത് മറ്റൊരു സ്റ്റേറ്റ് ബോർഡിൽ നമുക്കൊരു എംപ്ലോയറെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം നമുക്ക് എംപ്ലോയറെ കണ്ടെത്താം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, പൊതുവേ നമ്മൾക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടല്ലോ. സോ യുഎസിന്റെ പ്രോസസ്സിംഗിൽ എല്ലാ സ്റ്റേറ്റ്സിലും ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടോ, അതോ ലാംഗ്വേജ് ഇല്ലാത്ത സ്റ്റേറ്റ് ബോർഡ് ആപ്ലിക്കേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആണോ? ഇൻഫാക്ട് ഈ സ്റ്റേറ്റ് ബോർഡ് ടു സ്റ്റേറ്റ് ബോർഡ് ഇതിൻ്റെ ആപ്ലിക്കേഷന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ചില സ്റ്റേറ്റ് ബോർഡുകളിൽ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉണ്ട്, എന്നാൽ മറ്റ് സ്റ്റേറ്റ് ബോർഡുകളിൽ ആക്ച്വലി ലാംഗ്വേജ് റിക്വയർമെൻ്റ് അല്ല. അതിനു പകരം അവരൊരു കോഴ്സസ് ചെയ്താൽ മതി. അപ്പം റിക്വയർമെൻറ്റുകൾ നമ്മൾ ഏത് സ്റ്റേറ്റ് ബോർഡിലേക്കാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ന്യൂയോർക്കിലേക്ക് ചെയ്യുമ്പോൾ നേഴ്സിംഗ് ലൈസൻസിൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ലായിരിക്കാം. അതേസമയം മീനസോട്ടയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കരുതുക, അവിടെ നമുക്ക് ലാംഗ്വേജ് ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ബോർഡ് ടു സ്റ്റേറ്റ് ബോർഡ് ഇതിന് വ്യത്യാസമുണ്ട്. US നഴ്സിംഗ് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കാൻഡിഡേറ്റ് ഏതൊക്കെ സ്റ്റേജസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? US നഴ്സിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇനീഷ്യലി CGFNS ആണ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, CGFNS ചെയ്ത് കഴിയുമ്പോഴത്തേന് അടുത്ത സ്റ്റേജിൽ നമ്മൾ നഴ്സിംഗ് ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുക. നഴ്സിംഗ് ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിംഗർ പ്രിന്റ് ഒതന്റിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റേറ്റ് ബോർഡ് ടു സ്റ്റേറ്റ് ബോർഡ് ചെറിയ വേരിയേഷൻസ് അടുത്ത സ്റ്റേജിൽ ഉണ്ടാകാം. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് കോഴ്സസ് ആയിരിക്കാം ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ എക്സാമിനേഷൻസ് ആയിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് NCLEX-Rന്റെ എക്സാമിനേഷൻ ഉണ്ട്. NCLEX-Rന്റെ എക്സാമിനേഷൻസും കൂടെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ നഴ്സിംഗ് ലൈസൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു പ്രോസസ്സിംഗിൽ NCLEX-Rന്റെ എക്സാം കാൻഡിഡേറ്റ്സ് ഫൈനൽ സ്റ്റേജിലാണ് അപ്പിയർ ചെയ്യേണ്ടത്. അതെ, ഈ ഒരു സ്റ്റേജൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, കറക്റ്റ്. US നഴ്സിംഗ് ലൈസൻസിനുള്ള ഏതൊക്കെ സ്റ്റേജസ് ആണ് കാൻഡിഡേറ്റ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻഫോർമേറ്റീവ് സെഷൻ. താങ്ക് യു ഹർഷ. So for more information, please contact us. Stay tuned. Stay connected.